പ്രധാനമന്ത്രിയെ വിമർശിക്കാം, പക്ഷേ അതൊരിക്കലും അസഭ്യമായ ഭാഷയിലായിരിക്കാൻ പാടില്ല. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനുമെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് AIMIM നേതാവ് അസറുദ്ദീൻ ഒവൈസി രംഗത്ത്. പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന വോട്ടർ അധികാർ യാത്രയിൽ കോൺഗ്രസ് നേതാക്കളിൽ പലരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തി സംസാരിക്കുകയുണ്ടായി. എന്നാൽ ഇതിലൊന്നും തന്നെ യാതൊരുവിധ നാണവുമില്ലാതെയാണ് രാഹുൽ ഗാന്ധി ആ പരിപാടിയുമായി മുന്നോട്ട് പോകുന്നത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പല BJP നേതാക്കളടക്കം ഇപ്പോൾ രംഗത്ത് വരികയാണ്. അസറുദ്ദീൻ ഒവൈസി ആകട്ടെ ഒരു കാലത്ത് കടുത്ത മോദി വിമർശകനായിരുന്നു. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറോട് കൂടി തന്നെ അദ്ദേഹം പോലും അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള സമീപനത്തിൽ ഒരു മാറ്റം കൊണ്ടുവരികയും രാജ്യത്തിന്റെ അന്തസ്സും യശസ്സും മറ്റു രാജ്യങ്ങളിൽ ഉയർത്തി കാണിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ അദ്ദേഹം പല രീതിയിലും രാഹുൽ ഗാന്ധിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. കോൺഗ്രസ് റാലിയിൽ പ്രധാനമന്ത്രി മോദിക്കും അതുപോലെ അദ്ദേഹത്തിന്റെ അമ്മയ്ക്കുമെതിരെ നടത്തിയ അധിക്ഷേപകരമായ പരാമർശങ്ങളെ അദ്ദേഹം ഇവിടെ കടുത്ത വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. പ്രസംഗത്തിൽ മാന്യതയുടെ അതിർവരമ്പ് ലംഘിക്കുന്നത് തെറ്റാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ജനാധിപത്യത്തിൽ വിമർശനത്തിന്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞ ഒവൈസി ആകട്ടെ അന്തസ്സിന്റെ ആ ഒരു പരിധി ലംഘിക്കരുത് എന്നത് ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത്. എതിർക്കാം, വിമർശിക്കാം, എത്ര വേണമെങ്കിലും അപലപിക്കാം, എന്നാൽ മാന്യതയുടെ അതിരുകൾ ലംഘിച്ചാൽ അത് തെറ്റാണ്. ചർച്ച അശ്ലീലമായി തന്നെ മാറും. പ്രധാനമന്ത്രിയെ വിമർശിക്കൂ, പക്ഷേ അത് അസഭ്യമായ ഭാഷയിൽ വിമർശിക്കരുത് എന്നതാണ് അദ്ദേഹം ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ബീഹാറിൽ ദർഭംഗയിൽ ഇന്ത്യ സഖ്യം നടത്തിയ വോട്ടർ അധികാർ യാത്രയിലാണ് അധിക്ഷേപകരമായ പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതേസമയം അധിക്ഷേപകരമായ പരാമർശങ്ങൾക്ക് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാട്നയിലെ BJP പ്രവർത്തകർ കോൺഗ്രസിനെതിരെ പ്രതിഷേധ മാർച്ച് നടത്തുകയും ചെയ്തു. മാർച്ച് വലിയ സംഘർഷത്തിൽ കലാശിക്കുകയും ഇരുഭാഗത്തു നിന്നും വ്യക്തികൾക്ക് എല്ലാവർക്കും പരിക്കേൽക്കുകയും ചെയ്തതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കോൺഗ്രസ് പ്രവർത്തകനായ മുഹമ്മദ് റിസ്വി എന്ന 20-കാരൻ പയ്യനാണ് മോദിയെ നീ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയും മോദിയുടെ മരിച്ചുപോയ അമ്മയെ അധിക്ഷേപിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ പല കോണുകളിൽ നിന്നും കടുത്ത വിമർശനങ്ങളാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര മന്ത്രിയായ അമിത്ഷാ അടക്കം ഇപ്പോൾ ഈ വിഷയത്തിൽ കടുത്ത ഭാഷയിൽ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വന്നു. വോട്ട് അധികാർ യാത്രയുടെ സ്റ്റേജിൽ കയറി നിന്ന് പ്രധാനമന്ത്രി മോദിയുടെ മരിച്ചുപോയ അമ്മയെ കോൺഗ്രസ് പ്രവർത്തകർ അധിക്ഷേപിക്കുന്നത് രാഹുൽ അല്പമെങ്കിലും നാണം അവശേഷിക്കുന്നുണ്ടെങ്കിൽ മാപ്പ് പറയണമെന്നാണ് കേന്ദ്രമന്ത്രിയായ അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുന്നത്. ആസാമിലെ ഗുവാഹത്തിയിൽ ഒരു പൊതുയോഗത്തിനിടയിൽ സംസാരിക്കവെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇത്തരമൊരു പരാമർശം നടത്തിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി സ്വയം മോശമായ ഭാഷയിൽ ഈ യാത്രയിൽ മോദിയെ അധിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇതിനെ അപലപിക്കുന്നു. ഈ യാത്രയിൽ മിക്ക കോൺഗ്രസ് നേതാക്കളും മോദിയെ അധിക്ഷേപിച്ച് സംസാരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വോട്ട് അധികാർ യാത്രയുടെ ഭാഗമായി ബീഹാറിലെ 20 ജില്ലകളുടെ പ്രചരണം നടത്തുന്ന രാഹുൽ ഗാന്ധിയുടെ നിലവാരം കുറഞ്ഞ രീതിയിലെ മോദിയെ അധിക്ഷേപിക്കുന്നത് ശരിയായ കാര്യമല്ല. അതാണ് പ്രായം കുറഞ്ഞ പ്രവർത്തകർക്കും ഇതുപോലെ അധിക്ഷേപിക്കാൻ അവസരമുണ്ടാകുന്നത്. ഈ സംഭവം നടന്നിട്ട് എത്ര നേരം കഴിഞ്ഞിട്ട് പോലും കോൺഗ്രസ് ദേശീയ അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെയോ രാഹുൽ ഗാന്ധിയോ ഈ പ്രവർത്തകനെതിരെ ഒരു ചെറുവിരൽ അനക്കുകയോ ഈ വ്യക്തിയെ ഒന്ന് ശ്വാസിക്കാൻ പോലും ഇവർ മുതിർന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം. അതിൽ മറ്റെന്തോ അതിനുവേണ്ടി ഒരുങ്ങുകയാണ് എന്ന സംശയമാണ് ഇപ്പോൾ ബലപ്പെട്ടിരിക്കുന്നതെന്നാണ് അമിത്ഷാ വ്യക്തമാക്കുന്നത്. സ്റ്റേജുകളിൽ മിക്കവാറും ഇടങ്ങളിൽ ഇതുപോലെ അധിക്ഷേപകരമായ മുദ്രാവാക്യങ്ങളാണ് മുഴക്കി കേൾക്കുന്നതെന്നും അദ്ദേഹം ഇവിടെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.